നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതാ നോർത്ത് ഇന്ത്യയുടെ തെരുവീഥികളിൽ ഒരു ദൈവദാസൻ ട്രാക്ട് കൊടുത്ത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം വ്യക്തികളായി ഇതാ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവദാസൻ ട്രാക്റ്റുമായി നോർത്ത് ഇന്ത്യയുടെ തെരുവീഥികളിലൂടെ मेरे प्यारे भाइयों बहनों, प्रभु यीशु के नाम की महिमा करते हैं। प्रभु यीशु हमारे पापों के लिए बलिदान दिया। प्रभु यीशु ही हमारा रक्षक है। सब लोग मारो 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 मारो। ഇതാ ഇവിടെ ഒരു ആരാധന നിങ്ങൾക്ക് കാണാൻ കഴിയും. റവറൻഡ് DJ ജാക്സൺ ഇതാ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. നിങ്ങളെ ഈ ആരാധനാലയത്തിലേക്ക് ഞങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നു. It's an awesome God from heaven above. Hallelujah, 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 hallelujah. We worship you, Lord. Oh, thank you for your unspeakable presence. Hallelujah. Oh, hallelujah, hallelujah, hallelujah. Praise be to God. Hallelujah, hallelujah, hallelujah. ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ജീവൻ തന്ന ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Lord Jesus. Hallelujah, 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 hallelujah. ചേട്ടന്റെ പാട്ട് നല്ല സൂപ്പറാണ് കേട്ടാ. നിങ്ങളുടെ പാട്ടാ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കണം ചേട്ടന്റെ കയ്യിൽ നിന്ന്. ചേട്ടാ ഒരു ഓട്ടോഗ്രാഫ് ചേട്ടാ വലിയ ശല്യമായിരുന്നു. ഇവന്റെ ഒക്കെ ഒരു അഹങ്കാരം കണ്ട. ഒരു വർഷിപ്പ് ലീഡറെ ഇവനെയൊക്കെ വിളിച്ച പാസ്റ്റർ വേണം പറയാൻ. എന്റെ മോളമ്മേ, ആ ത്രേസ്യമ്മയുടെ പുതിയ സാരി കണ്ടോടി, എന്തു ഭംഗിയാ. ആരാധനക്കിടയിൽ എന്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. ആരാധനക്കിടെ ഇതൊക്കെയാണോടി നോക്കുന്നത്? നമ്മുടെ അന്നമ്മച്ചി സുഖമില്ലാതിരിക്കുകയാ. നാളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? എനിക്കങ്ങ് വയ്യ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. ഒരു വലിയ കുടുംബത്തിലെ അന്നമ്മ എന്ന ഒരു സഹോദരിയുടെ ജീവിതം എങ്ങനെയാണ് ഈ ലോകത്തിൽ കടന്നു പോകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാ നിങ്ങളെ അന്നമ്മയുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. എന്റെ ഈശോയെ, സമാധാനായിട്ടുള്ള ഒരു വാർത്ത ഇതിനകത്തില്ലല്ലോ. ഇതാരാ ഇത്? മോളമ്മയോ അമ്മിണിയോ? എത്ര നാളായടി നിങ്ങളെ കണ്ടിട്ട്. സുഖാണോ നിങ്ങൾക്ക്? വാ വാ കേറി വാ, ഇരുന്നാട്ടെ. ഒരു കപ്പ് ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, ഒരു പ്രാർത്ഥനയോഗം കഴിഞ്ഞിട്ട് വരുവാ. ചായ കുടിച്ചു. ഓ, ഇപ്പോഴും ഉണ്ടോ ഈ പ്രാർത്ഥനയും പരിപാടിയൊക്കെ? ഈ പ്രാർത്ഥന കൊണ്ടാ ഞാൻ ഇത്ര സൗഖ്യത്തോടും സമാധാനത്തോടും ഇരിക്കുന്നത്. ഓ, പിന്നെ നിനക്ക് എന്തുണ്ട് വിശേഷം? സുഖമില്ലെന്ന് കേട്ടു. എന്തു പറയാനാ, 1-2 തവണ ചെസ്റ്റ് പെയിൻ വന്നു. വയസ്സൊക്കെ ആയില്ലേ. ഈ മരണത്തെ കുറിച്ചുള്ള ചിന്തയായിപ്പോൾ. എടി, നീ പ്രാർത്ഥനയ്ക്ക് വാ, നിന്റെ അസുഖമൊക്കെ മാറും. എന്റെ അമ്മണി, നിനക്ക് വേറെ ഒരു പണിയില്ലേ? വേറെ ഒന്നും പറയാനില്ലേ നിനക്ക്? എപ്പോ വന്നാലും പ്രാർത്ഥന പ്രാർത്ഥന. എനിക്ക് ആവശ്യത്തിന് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ഇതൊക്കെ മതി.
നീ മരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്കറിയാമോ? എങ്ങോട്ടേലും പോകട്ടെ. എടി, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ നാം രക്ഷിക്കപ്പെടൂ. മോളമേ ഒരു കപ്പ് ചായ എടുക്കട്ടെ, ഒരു കപ്പ് ചായ. എടി, റോമൻസ് 10:9 പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. എന്റെ അമ്മണി, ഇത് കേട്ട് എന്റെ ചെവി തഴമ്പിച്ചു. നീ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അയ്യോ, എനിക്ക് ഭയങ്കര നെഞ്ചുവേദന. അയ്യോ, ഒരു ഗ്ലാസ് വെള്ളം തായോ. അന്നമ്മേ, നിനക്ക് എന്ത് പറ്റി അന്നമ്മേ? ശ്വാസം എടുക്കുന്നില്ലല്ലോ, പൾസും ഇല്ല. അന്നമ്മേ, അയ്യോ അന്നമ്മേ, ഞങ്ങളെ വിട്ടു പോയോടി. അന്നമ്മേ. ഇതാ ഈ ലോകത്തെ ചില വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുവാനിടയായിട്ട് ഇവരുടെ കാലശേഷം ഇതാ മറ്റൊരു ലോകത്തിലേക്ക് ഇവർ എത്തപ്പെടുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ ചില കാഴ്ചകളെ നമുക്ക് കാണാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു മനുഷ്യന് ഒരു ജനനവും ഒരു മരണവും ഒരു ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്നു. ന്യായവസ്ഥാനത്തിന് മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടു പോകുവാൻ ഒരു മനുഷ്യനും ഒരിക്കലും സാധ്യമല്ല. ഇതാ ഈ മരണത്തിന് ശേഷമുള്ള ആ ലോകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതാ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കണ്ടുപിടിച്ചു, ഇത് തന്നെ വഴി. നിൽക്ക് അമ്മച്ചിയോ? സോറി സിസ്റ്റർ, എങ്ങോട്ടാണെന്നോ? സ്വർഗത്തിലേക്ക്. പാസോ? അവിടെ നിന്ന് പോന്നപ്പോഴേ റേഷൻ കാർഡൊന്നും തന്നു വിട്ടില്ലേ അവര്? അവിടെ ഇരിക്കുന്ന ആളെ കണ്ടോ? അദ്ദേഹമാണ് വിശുദ്ധ പത്രോസ്. അദ്ദേഹത്തോട് ചോദിച്ചാലേ പാസ് കിട്ടും. അതുണ്ടെങ്കിലേ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും. ഇതങ്ങോട്ട് നേരത്തെ പറഞ്ഞാ പോരായിരുന്ന? മോനെ പത്രോസേ, നമസ്കാരം. ഈ ചേട്ടത്തിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് ഇങ്ങോട്ട് തന്നേരേ. ചേട്ടത്തിയുടെ പേരെന്താണ്? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? തൃശ്ശൂര് കൊമ്പത്തുകുന്നത്ത് കുടുംബത്തിലെ അന്നമ്മ. ചേട്ടത്തിയുടെ പേര് ഈ ജീവപുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. കുടുംബ മഹിമനുസരിച്ചേ കുറച്ചങ്ങോട്ട് മുകളിലേക്ക് നോക്ക്. ഞാനേ കൊമ്പത്തുകുന്നത്ത് കുടുംബത്തിലെ ലോനപ്പന്റെ ഏക ഭാര്യ അന്നമ്മയാണ്. അന്നമ്മ ഇതിൽ കാണുന്നില്ലല്ലോ. നീ ഏതാടി കൊച്ചേ? നീ എന്താ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങോട്ട് പോന്നത്? ചേട്ടത്തി, ഞാനും എന്റെ കുടുംബവും കാറിൽ പോവുകയായിരുന്നു. ആക്സിഡന്റ് ആയെന്നാ തോന്നുന്നത്. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. ഞാൻ മാത്രം ഇങ്ങോട്ട് പോന്നു. അയ്യോടി മോളെ, കഷ്ടായി പോയി. ഞാൻ എന്നാ പതുക്കെ അങ്ങോട്ട് പോകട്ടെ? നിക്ക്. ഞാനേ കുറച്ചു നേരായി വന്നിട്ട് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇവിടെ ഞാനേ ക്യൂവില. അവിടെ വെയിറ്റ്. ഇലഞ്ഞിമൂട്ടിൽ വീട്ടിൽ അവർ മകൾ ആലീസ്. അത് ഞാൻ തന്നെ. അപ്പൊ ഇവിടെ ക്യൂ സിസ്റ്റം ഒന്നും ഇല്ലേ? നിന്റെ കുടുംബം ഒരു മാതൃകാ കുടുംബമാണ്. ദൈവനാമത്തിൽ നീ അനുഭവിച്ച കഷ്ടങ്ങളും ക്ഷമയും സഹനതയും കണ്ണുനീരും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നീ ദരിദ്രരെയും രോഗികളെയും കഷ്ടം അനുഭവിച്ചു. യേശുവിൻ നാമത്തിൽ ആശ്വസിക്കുകയും
അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ധനത്തിലൂടെ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നിന്റെ അധ്വാന ഫലത്തിന്റെ ദശാംശം കൃത്യമായി കൊടുക്കുകയും ദൈവദാസന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരമായ ഉപവാസത്താലും പ്രാർത്ഥനയാലും നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുകയും ചെയ്യും. വരിക, എന്റെ പിതാവ് നിനക്കായി ഒരുക്കിയിട്ടുള്ള നിത്യരാജ്യത്തിന് അവകാശം സ്ഥാപിച്ചു കൊള്ളുക.